ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോകുല് തൻ്റെ വീട്ടിൽ വരികയാണ് കേട്ടോ. ഈ സമയം സാവിത്രി തൻ്റെ മകനെ അടക്കി പിടിക്കുകയാണ്. അങ്ങനെ അമ്മേ എന്ന് പറഞ്ഞ് അടക്കി പിടിച്ച് കരയാണ്. അപ്പോഴേക്കും ദാസും അതുപോലെ സച്ചിയും അവിടെ എത്തണം കേട്ടോ. അങ്ങനെ ദാസും സച്ചിയും എത്തുമ്പോൾ മോനെ എന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ തൻ്റെ മകനെ നെഞ്ചോട് ചാരി പിടിച്ചിട്ട് പറയാണ്, എനിക്കിപ്പോൾ എൻ്റെ മോനെക്കുറിച്ച് അഭിമാനം തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ, അച്ഛനെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചല്ലോ എന്ന് പറയുമ്പോൾ, ഇല്ല മോനെ, നീ ഒരു നല്ല കാര്യമല്ലേ ചെയ്തത്. അത് എനിക്ക് എൻ്റെ അച്ഛൻ്റെയും എൻ്റെ പെങ്ങളുടെയും അമ്മയുടെയും ജീവിതത്തിന് അനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ. അവരെ ഒരു തരത്തിൽ ഞാൻ സങ്കടപ്പെടുത്തില്ല എന്നൊക്കെ ഇങ്ങനെ ഗോകുൽ പറയാണ് കേട്ടോ. എന്നിട്ട് ഓരോരുത്തരായി കെട്ടിപ്പിടിക്കണം. അതിനുശേഷം ഇന്ദുവിൻ്റെ അടുത്തോട്ട് പോയിട്ട് ഇന്ദുവിനോട് പറയാണ്, മോളെ എന്ന് പറയുമ്പോൾ, ഏട്ടൻ എന്നാലും തിരികെ വന്നല്ലോ, നിനക്ക് സുഖമാണോ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് യാതൊരു കുറവുമില്ല, പക്ഷേ എൻ്റെ ഏട്ടനില്ലാത്തൊരു കുറവ് മാത്രമേ എനിക്കുള്ളൂ എന്നിങ്ങനെ ഇന്ദു പറയാണ് കേട്ടോ. അതിനുശേഷം പിന്നീട് അവിടെ ദാസ് പറയാണ്, എന്തായാലും മാഷിനെ വിളിച്ചിട്ട് വിവരങ്ങൾ പറയട്ടെ, അണ്ണൻ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, നിന്നെ പുറത്ത് കൊണ്ടുവരണമെന്ന്, അപ്പോൾ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗോകുലിൻ്റെ മുന്നിൽ തന്നെ വെച്ച് വിളിക്കണം കേട്ടോ. അപ്പോൾ ഈ സമയം മാഷും അതുപോലെ രഘുവും അനുപമയും അമ്പിളിയൊക്കെ ഇങ്ങനെ വരാന്തയിൽ ഇരിക്കുകയാണ് ഹോസ്പിറ്റലിൻ്റെ. അങ്ങനെ മാഷ് ഇത് ദാസാണല്ലോ. അപ്പോഴേക്കും രഘു പറയാം, ഒരു പക്ഷേ ഗോകുൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ മാഷ് പറയാം, എത്തിയിട്ടുണ്ടാവില്ലേ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുകയാണ്. അങ്ങനെ ദാസ് എന്താണ് വിവരങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ വിവരങ്ങളൊക്കെ പറയാൻ കേട്ടോ. ഇങ്ങനെ ഗോകുലുമായി എത്തിയിരിക്കുന്നു എന്ന് പറയണം. അപ്പോൾ മാഷ് പറയണേ, കുറ്റബോധത്തിൻ്റെ നാളുകളായിരുന്നു എനിക്കിതുവരെ, എന്തായാലും ഗോകുൽ എത്തിയല്ലോ, ആ ഒരു സമാധാനം മനസ്സിനുണ്ട് എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഈ സമയം മാഷ് പറയണേ, ഗോകുലിൻ്റെ കയ്യിൽ കൊടുക്കുക എന്ന് പറയണേ. അങ്ങനെ ദാസ് ഗോകുലിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ഗോകുലിനാണെങ്കിലോ സംസാരിക്കാൻ ഒരു മടി കിട്ടോ. കാരണം എങ്ങനെ ഞാൻ മാഷിനെ ഫേസ് ചെയ്യുമെന്ന ആ ഭാവത്തോടു കൂടി ഇങ്ങനെ സംസാരിക്കാൻ ഒരുങ്ങാണ്. അങ്ങനെ സംസാരം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാഷ് മോനെ ഗോകുലെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഗോകുലിന് ഒരുപാട് സന്തോഷമാവണം കേട്ടോ. അങ്ങനെ തന്നെ അംഗീകരിക്കുമ്പോൾ എന്തൊരു പേടി ഗോകുലിനുണ്ടായിരുന്നു. അങ്ങനെ ഗോകുല് മാഷേ ഞാൻ എന്ന് പറയുമ്പോഴേക്കും, മോനെ ഞാനും എൻ്റെ മകളും എന്നോട് ഒരുപാട് തെറ്റ് ചെയ്തു. അപ്പോൾ തന്നെ ഗോകുൽ പറയാം, തെറ്റുകാരൻ ഞാനല്ലേ, ഞങ്ങളാണ് തെറ്റ് ചെയ്തത്, എന്തായാലും നീ ഇറങ്ങിയല്ലോ, ഞങ്ങളെ മനസ്സിന് സമാധാനമായി എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഗോകുൽ ചോദിക്കും, മഞ്ചാടിക്ക് സുഖമില്ലേ? ആ സുഖമാണെന്ന് പറയാം കേട്ടോ. ഈ സമയം മാഷെ ഞാനൊരു കാര്യം ചോദിച്ചാൽ മാഷിന് അത് ദേഷ്യമാവും എങ്കിൽ പിൻവലിച്ചേക്ക്, ഞാൻ പറയുന്നത് എനിക്ക് മഞ്ചാടിയുമായി സംസാരിക്കണമെന്ന് പറയുമ്പോൾ, അതിനെന്താ മോനെ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ മാഷ് മഞ്ചാടിയുടെ റൂമിൽ പോകുമ്പോൾ മഞ്ചാടിയെ ആണെങ്കിലോ ഡിസ്ചാർജ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തും കൊണ്ടിരിക്കുകയാണ്. ക്യാപ്പും അതുപോലെ കയ്യിലുള്ള സിറിഞ്ചൊക്കെ അഴിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എന്നിട്ട് മഞ്ചാടി, മോളെ ഗോകുലാണ് ഇതെന്ന് പറഞ്ഞിട്ട് മഞ്ചാടിയുടെ കയ്യിൽ ഫോൺ കൊടുക്കുമ്പോൾ മഞ്ചാടിക്കും ചെറിയൊരു നാണത്തോടു കൂടി ഫോൺ വാങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഈ നാണത്തോടു കൂടി ഫോൺ വാങ്ങുമ്പോൾ മാഷ് അങ്ങ് പുറത്തോട്ട് പോവുകയാണ്, മാഷ് രഘു. അപ്പം തൻ്റെ അച്ഛൻ പോയി എന്ന് മനസ്സിലാക്കുകയാണ്. ഇതേ സമയം ദാസും സച്ചിയും കുറച്ച് പിറകിലോട്ട് നിൽക്കുകയാണ്, ഗോകുല് കുറച്ച് ഫ്രണ്ടിലോട്ട് വരികയാണ്. അങ്ങനെ അവർ നാണത്തോടു കൂടി ഫസ്റ്റ് ആ സംസാരം അങ്ങ് തുടങ്ങണം കേട്ടോ. അങ്ങനെ ഗോകുല് പറയും, മോളെ മഞ്ചാടി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അവിടെ മഞ്ചാടി ഗോകുലേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കണം കേട്ടോ. നിനക്ക് സുഖമാണോ? ആ സുഖമാണ് എന്ന് പറയാം കേട്ടോ. എന്നിട്ട് പറയും, എനിക്ക് വേണ്ടി ഗോകുലേട്ട ഒരുപാട് ബുദ്ധിമുട്ടിയില്ലേ? ഇതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല, ഗോകുലേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ അവസ്ഥ ഇല്ല, തനിക്ക് കുഴപ്പമൊന്നുമില്ല, തനിക്ക് എന്നോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ മഞ്ചാടി. അപ്പോൾ ഉടൻ തന്നെ മഞ്ചാടിയോട് തിരിച്ച് ഗോകുൽ പറയണം, എനിക്ക് നിന്നോട് ദേഷ്യമുണ്ട്. അപ്പോൾ മഞ്ചാടിക്ക് ആകെ ഒരു ജാതിയാവുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ഗോകുൽ പറയും, നിന്നോട് എനിക്ക് ദേഷ്യം തോന്നാനുള്ള കാരണം ഞാൻ ജയിലിൽ പോയത് കൊണ്ടല്ല, നീ കാരണം പോയത് കൊണ്ടുമല്ല, എനിക്ക് ദേഷ്യം നീ മരണം എന്നൊരു വഴി തിരഞ്ഞെടുത്തില്ല, ആ ഒരു ദേഷ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മഞ്ചാടി പറയാണ്, ആ നിമിഷം ഗോകുലേട്ടനോട് ഞാൻ തെറ്റ് ചെയ്തു എന്ന് തോന്നിയ നിമിഷം എനിക്ക് ജീവിതം മടുത്തു എന്ന് തോന്നിയതാണ് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ തന്നെ ഗോകുൽ പറയാണ്, നീ ഒരു കാര്യം ചിന്തിക്കണം, നിന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ പുറത്തുണ്ട് എന്നുണ്ടെങ്കിൽ നീ ചിന്തിക്കാതെ പോയി എന്ന് പറയുമ്പോൾ, സോറി ഗോകുലേട്ട എന്ന് പറയണേ. അങ്ങനെ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് ഗോകുലിനും വെക്കാൻ മനസ്സില്ലാതെ ആ സൗണ്ട് ഉണ്ടാക്കിയും കൊണ്ട് ഗോകുൽ വെക്കുമ്പോൾ മഞ്ചാടിക്കും ഗോകുലിൻ്റെ സംസാരം കേൾക്കാൻ ഇനിയും തിടുക്കമായിരിക്കുന്നു കേട്ടോ. അങ്ങനെ അച്ഛ എന്ന് പറഞ്ഞ് മഞ്ചാടി വിളിക്കാണ്. അങ്ങനെ ഫോണ് തിരികെ കൊടുക്കണം കേട്ടോ. എന്നാൽ ഈ സമയം സച്ചിയും ദാസും വന്നിട്ട് പറയാണ്, എന്തായാലും എൻ്റെ മോനെക്കുറിച്ച് എനിക്കിപ്പോൾ അഭിമാനം തോന്നുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ദാസ് പറയണേ, എന്തായാലും അവന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗോകുലിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാവിത്രി പോവുകയാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ ഇങ്ങനെ ലതികയാണ് കാണിക്കുന്നത്. ലതിക ഓട്ടോയിൽ വന്ന് ഇറങ്ങണം. അപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ ഉമ്മറത്തെ വാതിൽ അടച്ചിരിക്കുന്നു, തള്ളുമ്പോൾ തുറക്കുന്നില്ല. അപ്പോൾ തൻ്റെ മകൻ പറഞ്ഞ ആ വാക്ക് കേട്ടോ, പിന്നെയും പറഞ്ഞല്ലോ,
അവളെ അടുത്തോട്ട് ചെല്ലുമ്പോൾ പിന്നെ അപ്പുറത്തെ വാതിലൂടെ വേണം പോകാൻ, കാരണം ആരെങ്കിലും ഇറങ്ങി ഓടുന്നുണ്ടോ എന്ന് നോക്കണം. അത്രയും വൃത്തികെട്ടവളാണ് എൻ്റെ ഭാര്യ ചീരു എന്ന് പറഞ്ഞ ആ വാക്കിലധികം ശരിക്കും വിശ്വസിച്ചിരിക്കുന്നു കേട്ടോ. അങ്ങനെ വേഗവശത്ത് കൂടെ ഇങ്ങനെ പോവാണ്. അങ്ങനെ പതുക്കെ വടക്കുപുറത്തെ ഡോർ ഇങ്ങനെ തുറന്നിട്ട് അകത്തോട്ട് കയറുകയാണ്. അപ്പോൾ ചീരു എവിടെയെന്ന് ഇങ്ങനെ പമ്മി നോക്കുകയാണ്. ചീരുവിൻ്റെ കൂടെ സത്യനുണ്ട് എന്നുള്ള ആ ഒരു മനോരോഗം ലതികക്കും വന്നിരിക്കുന്നു കേട്ടോ. അങ്ങനെ ലതിക ചീരുവിൻ്റെ ഡോറിൽ ഇങ്ങനെ ചെവി വെക്കുമ്പോൾ ചീരു അങ്ങ് ഡോറ് തുറക്കാണ്. ഇതെന്താ അമ്മ എന്നെ പേടിപ്പെടുത്തിയല്ലോ എന്ന് പറയണേ. അപ്പോൾ ഉടൻ തന്നെ ലതിക നന്നായി വേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ എന്താ അമ്മേ, അമ്മ വന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ, അമ്മക്ക് ഉമ്മറത്ത് വാതിൽ തട്ടായിരുന്നില്ല, ഞാൻ അതിന് ഒരുപാട് നിന്നെ തട്ടിയല്ലോ എന്ന് പറയണത്. അപ്പോൾ ഉടൻ തന്നെ ചീര് പറയണേ, ഞാൻ ഈ റൂമിലുണ്ടായിരുന്നല്ലോ, തട്ടിയെങ്കിൽ ഞാൻ കേൾക്കില്ലേ, വീട്ടിലല്ലേ ഹോണിംഗ് ബെല്ല് വെച്ചിരിക്കുന്ന, അതെന്താ അടിച്ചാലോ അമ്മക്ക് എന്ന് പറയുമ്പോൾ അതെ എൻ്റെ വീടാണിത്, എൻ്റെ വീട്ടിൽ എവിടെ ബെല്ലടിക്കണം എവിടെ ബെല്ലടിക്കണം തീരുമാനിക്കുന്നത് ഞാനാണ്, എനിക്കെന്താ എൻ്റെ വീട്ടിൽ വടക്കുറിച്ച് കൂടെ കേടി വന്നാൽ വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കേട്ടോണ്ടെന്ന് ചീരുവിന് ആ സംസാരം വലിയ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ ചീരു ഈ ഒരു ഇത് പറഞ്ഞിട്ട് ചീരു എന്തെങ്കിലും മറുപടി കിട്ടുമെന്ന് അറിയുന്ന ലതിക എന്ത് ചെയ്യും, പെട്ടെന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ വെള്ളം കുടിക്കാൻ അങ്ങ് ചെല്ലുമ്പോൾ അവിടെ ചീരുവിനോട് പറയാണ്, ചീരു ചെന്നിട്ട് പറയാണ്, അമ്മയുടെ സംസാരത്തിൽ അമ്മയുടെ മകൻ്റെ മനോരോഗം അമ്മക്കും തുടങ്ങിയിട്ടുണ്ട്, മകൻ എന്തൊക്കെയോ വിഷം കുത്തിവെച്ചതെന്ന് തോന്നുന്നു, എന്താ എൻ്റെ മകന് മനോരോഗം ഉണ്ടെന്ന് നിന്നോട് ആരെങ്കിലും പറഞ്ഞോ, ഇതെന്താ അമ്മയുടെ സംസാരം ഇങ്ങനെ, പിന്നെ ഞാൻ നിന്നോട് ഇങ്ങനെ സംസാരിക്കണമെന്ന് ലതിക തിരിച്ചും ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ പറയും, പിന്നെ ഞാൻ എന്താ അമ്മയെ ഞാൻ ചെയ്ത തെറ്റ്, അതെ നീ ചെയ്തത് തെറ്റേ ഉള്ളൂ, നീ സത്യനെ ഇന്നലെ ഹോസ്പിറ്റലിലോട്ട് പോകും വഴി സത്യൻ്റെ ബൈക്കിലല്ലേ കയറിയത്, ഇതിനു മുന്നേ നീ സത്യനെ നിന്ന് പണം വാങ്ങിയത് അതൊക്കെ നീ എന്നോട് പറഞ്ഞു, അതൊക്കെ എൻ്റെ മകനല്ലേ എന്നോട് പറഞ്ഞത്, അപ്പോൾ അമ്മയ്ക്ക് എന്നെ സംശയമാണല്ലേ, എന്നാൽ അമ്മ ഒരു കാര്യം ചിന്തിച്ചോ, അമ്മയുടെ മകൻ്റെ സംശയ രോഗത്തിന് മറുപടി എനിക്ക് പറയാൻ കഴിയില്ല, പക്ഷേ ഏതൊരമ്മായിമ്മയും ഇങ്ങനെയൊക്കെ തന്നെയാണ്, മകൻ്റെ കൂടെയാണ് നിൽക്കുള്ളൂ, മരുമകളുടെ കൂടെ നിൽക്കുന്ന അമ്മായിമ്മമാർ ചുരുക്കേണ്ടാവുള്ളൂ, അക്കൂട്ടത്തിലായിരുന്നു ഈ അമ്മയും. പക്ഷേ ഇനി എന്നെ അമ്മയോട് പറയാനുള്ളത്, എൻ്റെ റൂമിൽ എന്നെ തേടി വന്നിരിക്കുന്നത് നിങ്ങളുടെ മകൻ പറയുന്ന ആ ചാരനുണ്ടോ എന്ന് പോയി നോക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുമ്പോൾ ലതിക അങ്ങ് ഇല്ലാതാവണം കേട്ടോ. അങ്ങനെ ചിരു അത് നോക്കിയിട്ട് തന്നെ നിങ്ങൾ പോയാൽ മതി എന്ന ദേഷ്യത്തോടു കൂടി ചിരു അങ്ങ് പോകുമ്പോൾ ലതിക എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. എന്നാൽ ഈ സമയം സുശീലയാണ് കാണിക്കുന്നത്. സുശീല ഇന്ദ്രൻ ഇങ്ങനെ ആകെ അന്തം വിട്ട് കുന്തം പോലെ ആയിരിക്കുന്നു, അവർക്ക് ആകെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, താൻ ചെയ്യുന്നതെല്ലാം അമളി പറ്റുകയാണല്ലോ എന്ന ഭാവത്തിൽ സുശീല പറയാണ്. എന്നാലും അവളുടെ കുഞ്ഞിനോട് പോലും സ്നേഹമില്ലല്ലോ അനുപമ, അവൾ വന്നില്ലല്ലോ എന്നിങ്ങനെ ഇന്ദ്രനോട് പറയുമ്പോൾ അമ്മയുടെ ഈ കളികളൊന്നും ഇനി വേണ്ട അമ്മേ, അതൊന്നും ഇനി അനുവിൻ്റെ അടുത്ത് വില പോവില്ല എന്ന് പറയുമ്പോൾ എന്നാൽ അവളുടെ കുഞ്ഞിനോട് അവൾക്ക് സ്നേഹം ഉണ്ടാവുമല്ലോ. അത് കേട്ട് ഭാനമ്മ വരുമ്പോൾ എന്താ സുശീല പഴയതുപോലെ നീ വിരിച്ചതൊന്നും നിനക്ക് പിടിക്കാൻ കഴിയുന്നില്ലേ, ആ അവസ്ഥയിൽ എത്തിയിരിക്കുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ നീ തന്നെയാണ് കുഴിയിൽ വീഴുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതേ തള്ള, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട, ഞാൻ നിങ്ങൾ പറയുന്നതെല്ലാം കേട്ടു, നിങ്ങൾ കുഞ്ഞിനെ കൊണ്ടുവന്ന അനുപമയെ ഇവിടെ വന്ന് വട്ടം കറക്കുക എന്ന് വിചാരിച്ചെനിക്ക് അനു ആകെ മാറിയിരിക്കുന്നു, ഇനി അതൊരിക്കലും നടക്കില്ല എന്ന് പറയണ്ട. അപ്പോൾ ഉടൻ തന്നെ നിങ്ങളിപ്പോൾ എന്തിനാ വന്നിച്ചാൽ നിങ്ങൾ വന്ന പണി നോക്കിക്കോ എന്ന് പറയണം. അപ്പോൾ ഉടൻ തന്നെ ഞാനെന്തായാലും പറയാനുള്ളത് ഇനി വന്നില്ലേ കുട്ടിനെ, അപ്പോൾ വിച്ചുമോനെ നീ നല്ല രീതിയിൽ അങ്ങ് നോക്കിക്കോ, അനു എന്തായാലും വരുമെന്ന് തോന്നുന്നില്ല, ഞാൻ സോനയുടെ കുഞ്ഞിന് സഹായത്തിന് പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് പോവാണ് കേട്ടോ. പിന്നീട് സുശീല പറയാണ്, നിങ്ങളുടെ രണ്ടുപേരുടെയും ഭക്ഷണം ഉണ്ടാക്കൽ തന്നെ എന്നെക്കൊണ്ട് താങ്ങുന്നില്ല, അതിനിടയ്ക്ക് ഇനിയിപ്പോൾ ഈ കുഞ്ഞുമായ ഞാനെന്താ ചെയ്യുക എന്നിങ്ങനെ ഇന്ദ്രനോട് പറയുമ്പോൾ ഇതൊക്കെ അമ്മയുടെ ഐഡിയകൾ തന്നെയല്ല, അമ്മ തന്നെ തീരുമാനം എടുക്കുക, പഴയതുപോലെയൊന്നും അവൾ വരുമെന്ന് തോന്നുന്നില്ല എന്ന് പറയട്ടോ. അങ്ങനെ സുശീലക്ക് ആകെ അമ്പളി പറ്റിയിരിക്കുന്നു. എന്നാൽ ഈ സമയം ഗോകുലാണെങ്കിലോ മഞ്ചാടിയെക്കുറിച്ച് ഇങ്ങനെ ഓർത്ത് നിലാവത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴായിരിക്കും തൻ്റെ അച്ഛനും അതുപോലെ സാവിത്രിയും കൂടി വരുന്നത്. സച്ചിയും സാവിത്രി ഇന്ദുവും കൂടി വരികയാണ്. ഏട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ സച്ചി പറയാണ്, മോനെ ഞാൻ ഇനി മഞ്ചാടിയെ വിവാഹക്കാരൻ ഞാൻ മാഷിനോട് ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ ഗോകുൽ പറയണം, അതൊന്നും വേണ്ട അച്ഛാ, ചോദിക്കണ്ട, അപ്പോൾ എന്താ നിൻ്റെ പ്രണയം ഇല്ലാതായോ എന്ന് ഇന്ദു ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ പറയാം, എൻ്റെ പ്രണയം ഒരിക്കലും മഞ്ചാടിയോട് ഇല്ലാതാവില്ല, ഞാൻ തീരുന്നതിനോട് കൂടിയിട്ടാണ് ആ പ്രണയം ഇല്ലാതാവുക, പക്ഷേ ഇപ്പോൾ ചോദിക്കണ്ട, കാരണം എന്താണെന്നറിയാം, എന്നെ മനസ്സിലാക്കി അവൾ തിരികെ വരുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്, കാരണം ഞാൻ അവൾക്കൊരു ഫോൺ പോലും ചെയ്യില്ല എന്ന് ഞാൻ അവളോട് പറഞ്ഞിരുന്നു, ഇന്ന് ഫോൺ വിളിച്ചപ്പോൾ ഞാൻ അവളോട് അത് പറയുകയും ചെയ്തു, ഇപ്പോഴത്തെ മാനസികാവസ്ഥ ആയതുകൊണ്ടും നിൻ്റെ അച്ഛന് കൊടുക്കുക എന്ന് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ മഞ്ചാടി ഞാൻ നിനക്ക് ഫോൺ ചെയ്തത് എന്ന് ഞാൻ അവളോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അച്ഛനോട് പറയാനുള്ളത്, എൻ്റെ പ്രണയം സത്യമാണെങ്കിൽ അവൾ അത് മനസ്സിലാക്കി എൻ്റെ മുന്നിലോട്ട് വരും, ആ പ്രണയം സത്യമാണെന്ന് അവൾക്ക് മനസ്സിലാവും, അന്ന് എൻ്റെ അച്ഛൻ അവരോട് വിവാഹവുമായി കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയാൽ മതിയെന്ന് പറയണം കേട്ടോ.
അങ്ങനെ ഇത് കേൾക്കുമ്പോൾ സജിക്ക് ഒരുപാട് സന്തോഷമാവാണ്. എപ്പോൾ എൻ്റെ മകനെക്കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നു. മറ്റുള്ളവരുടെ കയ്യിൽ നിന്നൊന്നും തട്ടിയെടുക്കാതെ അവർ തൻ്റെ മുന്നിലോട്ട് വരുന്നതും കാത്തിരിക്കുന്ന ഈ മകനെയാണ് എനിക്ക് വേണ്ടത്. എനിക്ക് വയസ്സുകാലത്ത് താങ്ങും തണലുമായി നീ നിൽക്കുമെന്നൊരു പ്രതീക്ഷ എന്നിലുണ്ട് എന്ന് പറയാൻ കേട്ടോ.